Hello guys, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് തിരക്കുകളിലായിരുന്നു, അതാണ് വീഡിയോ ഇടാനായിട്ട് ലേറ്റ് ആയത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ടോപ്പാണ് എൻ്റെ അമ്മയാണ് കേട്ടോ എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഓൺലൈൻ വഴിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ പറഞ്ഞാൽ മതി, ഞാൻ കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഇത് വന്നിട്ട് ഒരു ആലിയ കട്ട് മോഡൽ കുർത്തിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കളറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇതുപോലെ വി നെക്കിൽ 3/4 സ്ലീവ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഇതുപോലെ സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതൊരു മിഠായി ആയാലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് എൻ്റെ ഓഫീസിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ട്യൂണിക്സ് ആണ്, നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇടാനായിട്ട് നല്ല കംഫർട്ടാണ്. ഇതിന്റെ പ്രിന്റ് വന്നിട്ട് ഒരു കലങ്കാരി മോഡൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പ്രിന്റാണ് വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ അടിയിലായിട്ട് ഇങ്ങനെ കുഞ്ഞി ലേസ് പോലത്തെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു വള്ളിയും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ അടുത്ത് വന്നിട്ട് മറ്റൊരു സർപ്രൈസ് ആണ്. ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് എൻ്റെ അനിയത്തിയാണ്. ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? വാ നമുക്ക് ഒരുമിച്ച് നോക്കാം. ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് നേരത്തെ അറിയാട്ടോ. ഞാൻ ഒരു തവണ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിത് കവർ ചെയ്ത് വെച്ചു എന്ന് മാത്രം. അപ്പൊ നിങ്ങൾ വിചാരിച്ച സംഭവം തന്നെയാണിത്. ഇത് വേറൊന്നല്ല, ഇതാണ് അത്. ടഡൻ ടഡൻ. പിങ്കപ്പനും ഞാനും മൃദുലും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത ഫോട്ടോയാണ്. ഇത് ഇൻസ്റ്റയിൽനിന്നോ ഫേസ്ബുക്കിൽ നിന്നൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് അവളെ എനിക്ക് ഫോട്ടോ ആക്കി ഇതുപോലെ ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് ആയിരുന്നു. മൃദുൽ പിങ്കപ്പനെയും കൊണ്ട് പുറത്തു പോയിരുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോഴേക്കും അവൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ എത്തിയ പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ ചെയ്യണതൊക്കെ അവൾക്കും ചെയ്യേണ്ടി വരും. ഇനിയിപ്പോ ഈ ഫോട്ടോ നിങ്ങളെ കാണിക്കണം, അതിനുള്ള ബഹളാണ്. അപ്പൊ കുറച്ചു നേരം നിങ്ങൾ ഇവിടെ സഹിച്ചേ പറ്റൂ, വേറെ വഴിയില്ല ഗൈസ്. അങ്ങനെ കുട്ടിക്ക് കുറച്ചേരം ക്യാമറയുടെ മുന്നിൽ നിന്ന് കളിച്ചപ്പോഴാണ് സമാധാനമായത്. പിന്നെ അടുത്ത ഗിഫ്റ്റും അനിയത്തി എന്നെ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതുപോലെ റോസ് ഗോൾഡിൽ വരുന്നൊരു ചെയിനാണ്. ഒത്തിരി പേര് ഇതേപോലെ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാകുമ്പോൾ വേഗം നിറമൊന്നും പോവില്ല, കുറെ നാൾ യൂസ് ചെയ്യാം നമുക്ക്. ഇതിന്റെ ലോക്കറ്റ് വന്നിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ മോഡലാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തത് വന്നിട്ട് ഇതുപോലെ ഒരു കുഞ്ഞി ക്യൂട്ട് ആയിട്ടുള്ള ഒരു കമ്മലാണ്. ഇതെനിക്ക് ഓഫീസിലെ ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ കാണിച്ച മാലയുടെ ഒപ്പം ഇത് പെയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഇനി അടുത്തത് വന്നിട്ട് ഒരു അമേസിംഗ് ഗിഫ്റ്റ് ആണ്. ഇതെനിക്ക് എന്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ആൾക്ക് ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റുകളോടൊന്നും താല്പര്യമില്ല എന്നല്ല, ആർക്കും കൊടുത്തങ്ങനെ ശീലമില്ല. പക്ഷെ നമ്മൾ വിടോ, എന്റെ ബർത്ത്ഡേക്ക് എന്താ ഗിഫ്റ്റ് തരുന്നേന്ന് ചോദിച്ചു പിന്നാലെ നടക്കുന്നതായിരുന്നു എന്റെ പണി. എനിക്ക് ഇത്തവണ സർപ്രൈസ് ഗിഫ്റ്റ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതായിരിക്കും ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ് ആയി പോയി. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാണ്ട് ഇതുപോലെ റിംഗ് ലൈറ്റ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ തുടക്കക്കാരി ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയ രീതിയിലൊന്നും ബുദ്ധിമുട്ടിക്കാനായിട്ട് പോയിട്ടില്ല. അപ്പൊ അത് ആള് മനസ്സറിഞ്ഞ് എനിക്ക് വാങ്ങി തന്നിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ കാണിച്ചത് റിംഗ് ലൈറ്റ്, അതിൽ 3-4 ലൈറ്റുകൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള വെളിച്ചക്കുറവുകളൊക്കെ നമുക്ക് ഇതിലൂടെ പരിഹരിക്കാം. പിന്നെ ഇത് വന്നിട്ട് അതിന്റെ സ്റ്റാൻഡാണ്. നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ഇത്തവണത്തെ ബർത്ത്ഡേ എല്ലാവരും കൂടി ചേർന്ന് കളർഫുൾ ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത തവണ ഞാൻ ഇതുപോലുള്ള ഗിഫ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. പിന്നെ ചാനൽ ആയാലും പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.